വൈകുന്നേരങ്ങൾ ആനന്ദകരമാക്കാൻ തിരുവനന്തപുരത്തുകാർക്ക് ഒരിടമുണ്ട്. ജില്ലയിലെ ഒട്ടുമിക്ക പ്രധാന കേന്ദ്രങ്ങളൊക്കെയും അവിടെ എത്തിയാൽ കാണാനാകും എന്നതാണ് അവിടുത്തെ പ്രധാന പ്രത്യേകത. അറബിക്കടൽ മുതൽ അഗസ്ത്യാർകൂടം വരെ കാണാൻ കഴിയുന്ന ആ സ്ഥലം ഏതാണെന്ന് ഇനി കണ്ടുവരാം. അറബിക്കടലും അഗസ്ത്യാർകൂടവും ഒന്നിച്ചു കാണാൻ പറ്റിയൊരു സ്ഥലമുണ്ട് തിരുവനന്തപുരത്ത്. ശാസ്താംപാറ വിനോദസഞ്ചാര കേന്ദ്രം. ആ യാത്രയിലാണ് നമ്മൾ. പക്ഷേ ആദ്യം ഒരു 750 മീറ്റർ നടക്കാനുണ്ട്. നടന്ന് നമുക്ക് പാറയിലേക്ക് എത്താം. അങ്ങനെ കുറച്ച് പടവുകൾ കയറി നമ്മൾ ഈ പാറക്കൂട്ടങ്ങളുടെ ഇടയിലെത്തിയിട്ടുണ്ട്. ഈ പാറക്കൂട്ടങ്ങൾ തന്നെയാണ് ഇവിടുത്തെ പ്രധാന പ്രത്യേകതയും. പടവുകൾ കുറച്ചേ ഉള്ളൂവെങ്കിലും ഞാനിപ്പോൾ തന്നെ ക്ഷീണിച്ചു. പക്ഷേ പാറക്കെട്ടുകൾക്കിടയിലുള്ള സ്ഥലമായതുകൊണ്ട് വന്നിരിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട്. കയറുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള കാറ്റും കിട്ടുന്നുണ്ട്. 14 കിലോമീറ്റർ താണ്ടി പാറയ്ക്ക് മുകളിലെത്തിയാൽ പടിഞ്ഞാറു ഭാഗത്തായി പത്മനാഭസ്വാമി ക്ഷേത്രം, ISRO, തൊട്ടടുത്തായി വിമാനത്താവളം, ഇടതുഭാഗത്തായി വിഴിഞ്ഞവും വലതുഭാഗത്ത് പൊന്മുടിയും അഗസ്ത്യാർകൂടവും കാണാം. അതുതന്നെയാണ് ശാസ്താംപാറയിലെ വൈകുന്നേരങ്ങളുടെ പ്രധാന പ്രത്യേകത. സൂപ്പറാണ്. വൈകിട്ട് ഫാമിലിയായിട്ടൊക്കെ അടിച്ചു പൊളിക്കാനും നമ്മൾ കൂടുതൽ വീഡിയോയും റീൽസും എടുക്കാനാണ് ഇവിടെ വരുന്നത്. എല്ലാ സൺഡേയും വരും. പറ്റുന്ന സമയം നമ്മളെ വീട് കാട്ടാക്കടയാണ്, അപ്പോൾ ഇവിടെ നിന്ന് അടുത്തല്ലേ വരാം. വ്യൂ ആണ് ഇവിടെ. ഈ കുറച്ച് ഇരുട്ടൊക്കെ വീഴുമ്പോൾ അവിടുത്തെ ഇപ്പോൾ ഈ കാണുന്ന ഈ കെട്ടിടങ്ങളെല്ലാം എല്ലാം ലൈറ്റ് വരും. അപ്പോൾ നല്ലൊരു വ്യൂ ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. സൂപ്പറാണ്. അപ്പോൾ ആ സമയത്തേക്ക് പേര് കേട്ടിട്ടുണ്ട്, സ്ഥലം കേട്ടിട്ടുണ്ട്, നല്ല ഇതുവരെ വരാൻ പറ്റിയില്ല. ഇപ്പോഴാണ് എത്താൻ പറ്റും. നല്ല ഇതുവരെ സിറ്റിക്കകത്ത് ഇങ്ങനെയുള്ള സംരംഭം ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയത്തില്ല. അതല്ല നല്ല കൊള്ളാം, ഭയങ്കര അനുഭവമല്ലേ. കുറച്ചും കൂടെ സന്ധ്യ ആകുമ്പോൾ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടുമ്പോഴൊക്കെ കുറച്ചും കൂടെ നല്ല ഭംഗിയാണ് കാണുക. നല്ല അടിപൊളി, നല്ല അടിപൊളി. നമുക്ക് സീനറി ഇത്രയും മനോഹരമായിട്ട് കാണാൻ പറ്റണത് തന്നെ. അതാ സൂര്യൻ അസ്തമിക്കണ ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. തണുത്ത കാറ്റ് വരണം. സൂര്യാസ്തമയം കഴിഞ്ഞുള്ള ഇരുവെളിച്ചത്തിലും ശാസ്താംപാറ സുന്ദരി തന്നെ. ഒരു 12 കിലോമീറ്റർ 15 കിലോമീറ്ററിനകത്ത് നമുക്ക് ഇങ്ങനൊരു സ്ഥലം കിട്ടുന്ന സൂപ്പറല്ലേ. സിറ്റിക്കകത്ത് നമ്മളതിൽ കുറച്ചുകൂടെ നമുക്കൊരു ഗൈഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും ഏതൊക്കെ സ്ഥലങ്ങളാണെന്നൊക്കെ. സൂപ്പർ സ്ഥലമാണ്, ഭംഗിയുള്ള സ്ഥലം. ആ സിറ്റി മുഴുവൻ കാണാം. പൂജപ്പുര ആ ഭാഗമാണ് കാണുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രം കാണാം എന്ന് പറയുന്നു. പക്ഷേ ഈ മഞ്ഞിൻ്റെ പോലെ മൂടലുള്ള കാരണം കാണാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നല്ല ഫീലാണ്. ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ കാറ്റ് കൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. ഞങ്ങളൊരിക്കൽ വന്നപ്പോൾ ഇതുപോലെ നല്ല രസമുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ അങ്ങനെ ഇവർ വീട്ടിൽ വന്നപ്പോൾ ഇവിടെ കൊണ്ടുവന്നത്. ശാസ്താംപാറ കാണാൻ വന്ന ഞങ്ങൾ തിരുവനന്തപുരം ജില്ല മുഴുവൻ കണ്ട് ആസ്വദിച്ച് പോവുകയാണ്. മടങ്ങുകയാണ്. നല്ല സുന്ദരമായ ദൃശ്യങ്ങളും ഒപ്പം നല്ല കാറ്റും ആസ്വദിച്ചാണ് മടക്കം. RK കുമാറിനൊപ്പം മാനസ മനോജ്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.